ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ടീമിലെ സർപ്രൈസ് തിരിച്ചുവരവായിരുന്നു കരുൺ നായർ. 8 വർഷത്തിന് ശേഷമുള്ള കരുണിന്റെ ഇന്ത്യൻ കുപ്പായത്തിലേക്കുള്ള മടങ്ങിവരവും ആരാധകർ ആഘോഷമാക്കിയിരുന്നു. കൂടാതെ കരുണിന് കൂടുതൽ അവസരം നൽകുമെന്നും ഒന്നോ രണ്ടോ ടെസ്റ്റ് മത്സരങ്ങൾ കൊണ്ട് ഒരാളെ വിലയിരുത്തില്ല എന്നും ഗംഭീർ പറഞ്ഞിരുന്നു. എന്നാൽ കിട്ടിയ അവസരം മുതലാക്കാനാവാതെ കരുൺ ഗംഭീറിന്റെ ഇഷ്ട ലിസ്റ്റിൽ നിന്നും പുറത്തായി എന്നതിന്റെ സൂചനയാണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള 4ാം ടെസ്റ്റിൽ താരത്തിന് അവസരം നഷ്ടമായത്. ആഭ്യന്തര ക്രിക്കറ്റിലെയും കൗണ്ടിയിലെയും മികച്ച പ്രകടനങ്ങൾക്ക് ശേഷമാണ് കരുൺ നായർ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് 8 വർഷത്തിന് ശേഷം തിരികെ വന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ നന്നായി കളിക്കുന്നവർക്ക് ദേശീയ ടീമിന്റെ വാതിലുകൾ അടയില്ല എന്ന് ഗംഭീർ തന്നെ എടുത്തു പറഞ്ഞിരുന്നു. ഇത് കരുണിന് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ആദ്യ 3 ടെസ്റ്റുകളിൽ കരുൺ നായർക്ക് കാര്യമായ റൺസ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ലഭിച്ച തുടക്കങ്ങൾ വലിയ സ്കോറുകളാക്കി മാറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ഇതോടെ അദ്ദേഹത്തിന്റെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ടു. ടീമിന്റെ വിജയത്തിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത തീരുമാനമെടുക്കാൻ പരിശീലകൻ ഗംഭീർ നിർബന്ധിതനാവുകയായിരുന്നു. ഇതോടെ 4ാം ടെസ്റ്റിൽ കരുൺ നായർക്ക് പകരം യുവതാരം സായ് സുദർശൻ ആദ്യ 11-ൽ തിരിച്ചെത്തുകയും ചെയ്തു. നേരത്തെ നൽകിയ ഉറപ്പുകൾ ഉണ്ടായിരുന്നിട്ടും പ്രകടനത്തിലെ ഈ പരാജയം കരുൺ നായരുടെ ഇന്ത്യൻ ടെസ്റ്റ് കരിയറിലെ ഒരുപക്ഷെ അവസാന അധ്യായമായേക്കാമെന്ന സൂചന നൽകുന്നു. കടുത്ത മത്സരം നിലനിൽക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൽ ഈ തിരിച്ചടി അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയാണ്.